ആരാമകൽപവൃക്ഷാണാം വിരാമസകലാപദാം അഭിരാമസ്ത്രിലോകാനാം രാമ ശ്രീമാൻ സനപ്രഭു. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. രാമഗീത. ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണന് നൽകുന്നതായ ഉപദേശം തുടരുന്നു. രാമഗീതയിലെ ശ്ലോകം 51. ഏവം സദാഭ്യസ്തസമാധിയോഗിനോ നിവൃത്തസർവേന്ദ്രിയഗോചരസ്യ ഹി വിനിർജിതാശേഷരിപോരഹം സദാ ദൃശ്യോ ഭവേയം ജിതഷഡ്ഗുണാത്മന. തൊട്ട് മുന്നേയുള്ള ശ്ലോകങ്ങളിൽ കൂടി പറഞ്ഞു, സ്ഥൂലപ്രപഞ്ച വസ്തുക്കളുടെ പ്രതീതി ഉണ്ടാവരുത്, സംസാര പ്രതീതി തീരെ ഇല്ലാതെയാവുകയും സ്വാഭാവികമായി ആത്മാനന്ദത്തിൽ മുഴുകി കാലം കൊണ്ട് തിരയടങ്ങിയ കടൽ പോലെ ശാന്തനായിത്തീരുന്നു. ഇത്തരത്തിൽ സമാധി പരിശീലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യോഗിക്ക് എല്ലാ ഇന്ദ്രിയവൃത്തികളിൽ നിന്നും വിഷയങ്ങളിൽ നിന്നും ആത്യന്തികമായ നിവൃത്തി ലഭിക്കും. രാഗം, ദ്വേഷം, കാമക്രോധങ്ങൾ, ഈ വികാരങ്ങളെല്ലാം അടങ്ങും. ജീവന് മുഖ്യ ശത്രുക്കളായി വരുന്നത് മേൽപ്പറഞ്ഞ വികാരങ്ങളാണ്. അപ്പോൾ അവയെ ജയിക്കാൻ കഴിയും. പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ഒക്കെ ആകുന്ന സംസാര ശക്തികൾ നിശേഷം ലയിച്ചടങ്ങും. ആത്മഭാവം ഒഴിഞ്ഞ് മറ്റൊന്നിൻ്റെയും പ്രതീതി തന്നെ ഇല്ലാതായിത്തീരും. ഈയൊരു ദശയിലെത്തുമ്പോഴാണ് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവുക. ശ്ലോകം 52. താത്വൈവമാത്മാനമഹർനിശം മുനി തിഷ്ഠേത് സദാ മുക്തസമസ്തബന്ധന പ്രാരബ്ധമശ്നന്നഭിമാനവർജിതോ മയ്യേവ സാക്ഷാത് പ്രവിലീയതേ തഥാ. രാത്രിയെയോ പകലിനെയോ തിരിച്ചറിയാതെ, രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ എല്ലാ സമയത്തും ആത്മസ്വരൂപിയായി സകല ബന്ധങ്ങളിൽ നിന്നും നിർമുക്തനായി നിരുപാധികനായി അങ്ങനെ കഴിയണം. സംസാരബാഹ്യനായി ആത്മസ്വരൂപിയായി വർത്തിക്കുമ്പോഴും ഒരുവന് പ്രാരബ്ധങ്ങളെ അനുഭവിക്കേണ്ടതുണ്ട്. എന്നാൽ ആ പ്രാരബ്ധങ്ങളെ അനുഭവിക്കുമ്പോൾ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനം കൂടാതിരിക്കുക. ഞാൻ അനുഭവിക്കുന്നു, എനിക്ക് വന്നു ചേരുന്നു, ഈയൊരു അഭിമാനമില്ലാതെ പ്രാരബ്ധത്തെയെല്ലാം അനുഭവിച്ച് തീരുമ്പോൾ കൈവല്യ സ്വരൂപിയായ ഈശ്വരനിൽ ലയിക്കുന്നു. ശ്ലോകം 53. ആദൗ ച മധ്യേ ച തഥൈവ ചാന്തതോ ഭവം വിദിത്വാ ഭയശോകകാരണം ഹിത്വാ സമസ്തം വിധിവാദചോദിതം ഭജേത് സ്വമാത്മാനമഥാഖിലാത്മനാം. ആദിയിലും മധ്യത്തിലും അന്ത്യത്തിലും എല്ലാ സമയത്തും ഈ സംസാരം, ഈ ജഗത്ത് ഭയത്തിനും വ്യസനത്തിനും ദുഃഖത്തിനും
എല്ലാം കാരണമാണ് എന്നറിഞ്ഞ് വേദോക്തങ്ങളായ വിഹിത കർമ്മങ്ങളെ കൂടിയും ഉപേക്ഷിച്ച് ഇഹപരലോകങ്ങളിലെ എല്ലാ അനുഭവങ്ങളെയും ത്യാഗം ചെയ്ത് സർവജീവജാലങ്ങളുടെയും ഹൃദയാന്തർഭാഗത്ത് ആത്മസ്വരൂപേണ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഈശ്വരനെ സർവാത്മന ആശ്രയിച്ച് ഭജിക്കണം. അപ്പോഴേ ജന്മസാഫല്യമുണ്ടാവൂ. ശ്ലോകം 54. ആത്മന്യഭേദേന വിഭാവയന്നിതം ഭവത്യഭേദേന മയാത്മനാ തഥാ യഥാ ജലം വാരിനിധൗ യഥാ പയ ക്ഷീരേ വിയദ്വ്യോമ്യനിലേ യഥാനില. സമുദ്രത്തിൽ ജലം, മഹാകാശത്തിൽ ഘടാകാശം, പാലിൽ പാല്, വായുവിൽ വായു, ഇവയെല്ലാം കൂടിച്ചേർന്ന് അഭേദരൂപേണ കാണപ്പെടുന്നത് പോലെ, പ്രകാശിക്കുന്നത് പോലെ ഈ ജഗത്ത് മുഴുവനും ആത്മാവിൽ നിന്ന് ഭിന്നമല്ല, ആത്മസ്വരൂപം തന്നെയാണ് എന്ന് ബോധിച്ച് ഭാവന ചെയ്ത് അഭേദഭാവം സിദ്ധമാവുമ്പോഴാണ് ജീവൻ ഈശ്വരനെ ചേർന്ന് ലയിച്ച് ഈശ്വര ആകാരമായി തീരുന്നു. ഇത്തം യദീക്ഷേദഹി ലോകസംസ്ഥിതോ ജഗന്മൃഷൈവേദി വിഭാവയന്മുനി നിരാകൃതത്വാൽ ശ്രുതിയുക്തിമാനതോ യഥേന്ദുഭേദോ ദിശി ദിഗ്ഭ്രമാദയ. ശ്രുതി കൊണ്ടോ യുക്തി കൊണ്ടോ അനുമാനം കൊണ്ടോ എങ്ങനെ നോക്കിയാലും ഭൂതഭാവി വർത്തമാന കാലങ്ങളിൽ ഇല്ലാത്തത് കേവലം മിഥ്യയായിട്ടുള്ള ഈ സംസാരം, ഈ ജഗത്ത്, അതെങ്ങനെയാണ് ചന്ദ്രന്റെ കലകളുടെ വൃദ്ധിക്ഷയങ്ങൾ പോലെ, ദിഗ്ഭ്രമം പോലെ ഉള്ളതായി തോന്നപ്പെടുന്നതാണ്. വാസ്തവത്തിൽ 3 കാലത്തും ഉണ്ടായിട്ടില്ല. ഭൂതഭാവി വർത്തമാന കാലങ്ങളിൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന ഭാവന ചെയ്ത് മൗനിയായി, മൗനനിഷ്ഠയോടുകൂടി, മൗനനിഷ്ഠനായി, അചഞ്ചലനായി തന്റെ പ്രാരബ്ധം തീരുന്നതുവരെ കാത്തിരിക്കുക. യാവന്ന പശ്യേദഖിലം മതാത്മകം താവൻ മതാരാധന തത്പരോ ഭവേൽ. ശ്രദ്ധാലുരത്യൂർജിത ഭക്തിലക്ഷണോ യസ്തസ്യ ദൃശ്യോഹമഹർനിശം ഹൃദി. എപ്പോൾ വരെയാണോ ഈ ജഗത്തിനെ പൂർണ്ണമായും ഈശ്വരാത്മകമായി കാണാൻ കഴിയുന്നില്ല, കാണാൻ പറ്റാത്തത്, അതുവരെ അത്യന്ത ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഈശ്വര ആരാധനം ചെയ്തുകൊണ്ടിരിക്കണം. ഭക്തി വളർന്ന് ശ്രദ്ധയും വിശ്വാസവും വളർന്ന് അന്യഭാവങ്ങളെല്ലാം അടങ്ങിക്കഴിഞ്ഞാൽ ജഗത്തിനെ ഈശ്വരാത്മകമായി കാണാൻ തുടങ്ങുന്നു. ജീവൻ അന്യസംസ്കാരങ്ങളെ വിട്ട് ഈശ്വരീയ സംസ്കാരം കൊണ്ട് സമ്പൂർണനാവുമ്പോഴും തടസ്സമില്ലാതെ ഈശ്വര സാക്ഷാത്കാരത്തെ സുലഭമായി അനുഭവിക്കാറാവും.
ശ്ലോകം 57. രഹസ്യമേത് ശ്രുതിസാരസംഗ്രഹം മയാ വിനിശ്ചിത്യ തവോദിതം പ്രിയ യസ്ത്വേതദാലോചനതീഹ ബുദ്ധിമാൻ സമുച്യതേ പാതകരാശിഭീക്ഷണാൽ. അത്യന്ത നിഗൂഢമായ ശ്രുതികളുടെയെല്ലാം സാര സംഗ്രഹവുമായിട്ടുള്ള ഈ ജ്ഞാനം ഞാൻ വേണ്ടതുപോലെ മനനം ചെയ്ത് ലക്ഷ്മണ നിനക്ക് പറഞ്ഞു തന്നു. ഇതിനെ വേണ്ടതുപോലെ പഠിക്കുക, അനുഷ്ഠിക്കുക. അതിന് കഴിഞ്ഞില്ല എങ്കിൽ ഒരുവൻ അത് മനനം ചെയ്തുറപ്പിച്ചാൽ തന്നെ പാപങ്ങളിൽ നിന്നൊക്കെ മോചനം നേടാൻ കഴിയും. ഭ്രാതരീയതീതം പരിദൃശ്യതേ ജഗന്മായൈവ സർവം പരിഹൃത്യ ചേതസ മദ്ഭാവനാഭാവിതശുദ്ധമാനസ സുഖീ ഭവാനന്ദമയോ നിരാമയ. ലക്ഷ്മണ, കാണപ്പെടുന്ന ഈ ജഗത്ത് മുഴുവൻ മായയാണ്. അല്പം പോലും സത്യം ഇതിലില്ല. ത്രികാലത്തിലും ഭൂതഭാവി വർത്തമാന കാലങ്ങളിലും ഈ ജഗത്ത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചിത്തത്തിൽ നിന്നും ഇതിനെ അകറ്റൂ. ഇല്ലാത്തതായ ഈ ജഗത്തിൻ്റെ സത്യബുദ്ധിയോടുകൂടിയ പ്രതീതി അല്പമെങ്കിലും നമ്മളിൽ വർത്തിക്കുന്ന കാലം ഭയം നീങ്ങില്ല. ആ ഭയം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചിത്തത്തിൽ നിന്ന് ജഗത് പ്രതീതിയെ പൂർണ്ണമായും അകറ്റി നിരന്തരമായിട്ടുള്ള ഈശ്വര ഭാവന കൊണ്ട് എല്ലാ കലുഷത്തെയും കൽമഷങ്ങളെയും നീക്കി സുഖിയായി ആനന്ദമയനായി നിരാമയനായി ജീവിതത്തെ സഫലമാക്കി തീർക്കും. 59-ാം ശ്ലോകം. യ സേവതേ മാമഗുണം ഗുണാൽപരം ഹൃദാ കഥാവാ യതിവാ ഗുണാത്മകം സോഹം സ്വപാദാഞ്ജിതരേണുഭി സ്പൃശൻ പുനാദിലോകത്രിതയം യഥാരവി. ആരാണോ അത്യധികം ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഗുണാതീതനായ ഈശ്വരനെ ഒരുപക്ഷെ നിർഗുണനായി ഗുണാതീതനായിട്ടാവും ഭജിക്കുക. മറ്റു ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല. സഗുണഭാവത്തിൽ അവതാരരൂപിയായിട്ടാവും ഭജിക്കുക. എന്നിരുന്നാലും അങ്ങനെ ഭജിക്കുന്ന ഒരുവൻ എല്ലാ കൽമഷങ്ങളും അകന്ന് കാലം കൊണ്ട് ഈശ്വര തുല്യനായിത്തീരുന്നു. അത്തരത്തിലുള്ള മഹാത്മാക്കളുടെ പാദരേണുക്കൾ മാത്രം മതി ഈ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ. പുനാദി ലോകത്രിതയം യഥാരവി. സൂര്യൻ ആദിത്യൻ എങ്ങനെയാണോ തൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ ജഗത്തിനെ തേജോമയമാക്കി തീർക്കുന്നത്, അതേപോലെ ഒരു ഭക്തന്, ഒരു ജ്ഞാനിക്ക് തൻ്റെ ജീവിതമാത്രം കൊണ്ട് ജഗത്തിനെ അനുഗ്രഹിക്കാൻ കഴിയുന്നു. 60-ാമത്തേതും രാമഗീതയിലെ അവസാനത്തേതുമായ ശ്ലോകം. വിജ്ഞാനമേതദഖിലം ശ്രുതിസാരമേകം വേദാന്തവേദ്യചരണേന മയൈവ ഗീതം യ ശ്രദ്ധയാ പരിപഠേൽ ഗുരുഭക്തിയുക്തോ
മദ്രൂപമേതി യതി മധുഭജനേഷു ഭക്തി. ലക്ഷ്മണോപദേശ സ്വരൂപേണ പ്രതിപാദിച്ച രാമഗീത എന്ന അധ്യാത്മരാമായണ ഉത്തരകാണ്ഡത്തിലെ ഈ വേദാന്ത പ്രകരണത്തിന്റെ ഉപസംഹാരം ആണിവിടെ ചെയ്യുന്നത്. അദ്വിതീയമായ ഈ ജ്ഞാനസമാഹാരം എല്ലാ വേദങ്ങളുടെയും സാരസംഗ്രഹമാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തന്നെയാണ് ഇത് ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുത്തത്. ഗുരുഭക്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, വിശ്വാസമുള്ള ഒരുവൻ ഈ രാമഗീത പഠിക്കുകയും മനനം ചെയ്യുകയും ആണ് എങ്കിൽ അദ്വിതീയമായ ആത്മജ്ഞാനം സുഗമമായി പ്രകാശിക്കും. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ വാക്കിൽ സമ്പൂർണ്ണ വിശ്വാസമുള്ള ഒരുവൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ വേഗത്തിൽ ഈശ്വരത്വത്തെ പ്രാപിക്കും എന്നിങ്ങനെ അതിൻ്റെ ഫലശ്രുതിയെ പറഞ്ഞുകൊണ്ടാണ് രാമഗീതയെ സജ്ജന സമക്ഷം സമർപ്പിക്കുന്നത്. നമസ്കാരം. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.